ഹായ്, ഗുഡ് മോർണിംഗ്. വീണ്ടും മോർണിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് യൂസ്ഫുള്ളായ ഒരു ഇൻഫർമേഷനാണ് നിങ്ങളോട് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൊതുക് ശല്യവും അതുപോലെ നമ്മൾ പാമ്പിനൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ നമ്മൾ പാമ്പിൻ്റെ കടി കൊള്ളാണ്ടിരിക്കുക, ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ അടിച്ചു കൊല്ലും. അതല്ലെങ്കിൽ അതിനകത്തുള്ള എക്സ്പേർട്ടേഴ്സായ ആരെങ്കിലും വിളിക്കും, നാട്ടുകാരെ, അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകുക എന്തായാലും ചെയ്യും. അല്ലെങ്കിൽ കൊതുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, കൊതുവിൻ്റെ കടി കൊള്ളുക അല്ലെങ്കിൽ ബാറ്റ് വെച്ച് കൊല്ലുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. ഇവിടെ നമുക്ക് ദുബായിൽ അതിനകത്തൊരു ഫീച്ചർ ഉണ്ട്. നമുക്ക് ഗവൺമെൻറ് തന്നെ, നമ്മളെ ഗവൺമെൻറ് എത്രമാത്രം ജനങ്ങളെ കൂടെ നിൽക്കുന്നു എന്നുള്ളതൊരു മാതൃകയും കൂടെയാണ് ഈ ഒരു സംഭവം. ദുബായ് മുനിസിപ്പാലിറ്റീൻ്റെ പെസ്റ്റ് കൺട്രോൾ വിഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കൊതുണ്ടെന്നൊക്കെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാമ്പുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഈ പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളൊരു വിഭാഗം നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഈ പറയുന്ന എന്താണോ നമ്മുടെ പെസ്റ്റ് അതിനെ അവർ ഒഴിവാക്കി തരുന്ന ഒരു ഫ്രീ സർവീസ് ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ അറിയിക്കാനുള്ളത്. അതെങ്ങനെയാണെന്നും അതിൻ്റെ അകത്തുള്ള ഫോർമാലിറ്റീസ് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കും റെസിഡൻസിനും സിറ്റിസൺസിൻ്റെ പോലെ തന്നെ നമുക്കും ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് 2 തരത്തിലുള്ള സർവീസുകളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഡിസീസ് ഇൻഫെക്റ്റിംഗ് ആയിട്ടുള്ള, അതായത് നമ്മൾ രോഗകാരണമാകുന്ന, പബ്ലിക്കിന് രോഗം പരത്താവുന്ന രീതിയിലുള്ള പെസ്റ്റുകളാണ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്താണ് നമ്മുടെ ഈ കൊതുകുകൾ, അതുപോലെ തന്നെ എലികൾ, റോഡൻസൊക്കെ ഉൾപ്പെടുന്ന ഫ്ലീസ്, ഈ ഈച്ചൊക്കെ പോലത്തെ ജീവികൾ ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയ്സണസ് ആയിട്ടുള്ള ഇൻസെക്ട്സ് ആണ്, പെസ്റ്റുകളാണ്. അതിനകത്ത് നമുക്ക് പാമ്പുണ്ട്, അതുപോലെ തേള്, വിഷമുള്ള 8 കാലികൾ, സ്പൈഡേഴ്സ്, അതുപോലെ തന്നെ ഈ പല്ലി അതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടന്നല്, തേനീച്ച, അങ്ങനെയൊക്കെയുള്ള ജീവികളെ നമുക്ക് അതിനകത്ത് ഈ പെസ്റ്റ് എന്ന് പറയുന്ന പോയ്സണസ് പെസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലായിട്ട് നമുക്കതിനെയും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ദുബായ് മുനിസിപ്പാലിറ്റീൻ്റെ ഈ ഒരു സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെ കിട്ടാമെന്നാണ് ഈ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ദുബായ് നൗ എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് അതുവഴി ചെയ്യാം, അല്ലെങ്കിൽ ദുബായ് മുനിസിപ്പാലിറ്റീൻ്റെ തന്നെ ആപ്പ് ഉണ്ട്, അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ കോൾ സെൻറ്റർ വഴി നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാനായിട്ട് ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമുക്ക് പെസ്റ്റ് ആൻഡ് ഇൻസെക്ട് കൺട്രോൾ അറ്റ് ഹോം എന്നുള്ള ആ ഒരു ഫീച്ചറാണ് നമ്മൾ എടുക്കേണ്ടത്. അതെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. അവിടെ നമ്മുടെ പേര്, നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ അഡ്രസ്സ്, നമുക്ക് ഏതാണോ നമുക്ക് നമ്മുടെ ഈ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ട പെസ്റ്റ്, അതിൻ്റെ സെക്ഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഒരു മെസ്സേജ് അവിടെ നിന്ന് റിപ്ലൈ വരും. ദുബായ് മുനിസിപ്പാലിറ്റീൻ്റെ ഒരു മെസ്സേജ് വരും. നമുക്ക് ഏത് ദിവസത്തേക്കാണ് നമ്മൾ അവർ വരിക എന്നുള്ളത്, നമ്മുടെ മെസ്സേജ് കിട്ടിയെന്നുള്ള കൺഫർമേഷൻ കൂടിയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഈ പബ്ലിക്കിന് ഡിസീസ് വരുത്തുന്ന തരത്തിലുള്ള പെസ്റ്റുകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് 4 വർക്കിംഗ് ഡേൻ്റെ അകത്താണ് അവർ വരിക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോയ്സണസ് ആയിട്ടുള്ള അതാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അത് എമർജൻസിയാണ്, അതുകൊണ്ട് തന്നെ 24 hours അവർ വന്ന് അത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 15 ദിവസത്തിന് ശേഷം ഒന്നുകൂടെ നമുക്ക് നമ്മുടെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ടാണ്, ഫ്രീ ഓഫ് ചാർജിനകത്ത് അവർ ഇത് ചെയ്തു തരും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇതിനകത്ത് ജബലലി ഫ്രീ സോൺ, അതുപോലെ കുറച്ച് ഏരിയകൾ നമുക്ക് അതൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് ഒഴികെയുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് ദുബായിലുള്ള ആളുകൾക്ക് കൊതുക് കടി ഇന്ന് രക്ഷപ്പെടാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫ്രീ സർവീസ് ഉപയോഗിക്കാവുന്നതാണ്. പാമ്പിനെ കണ്ടാലും നമുക്ക് ഇതുപോലെ തന്നെ അവരറിയിച്ചിട്ട് അവരുടെ സഹായം തേടാവുന്നതാണ്. വിവരം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു സോ മച്ച്.